ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഹാരിഷ് പൂക്കോടൻ. ഏവർക്കും എക്സ്പ്ലോർ യുവർ സെൽഫിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നതെന്ന് നോക്കാം. അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം ഗവൺമെൻറ് ഓഫ് കേരളയുടെ അണ്ടറിലുള്ള അസാപ്പിൻ്റെ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റായ www.asapkerala.gov.in IT റിലേറ്റഡ് ആയിട്ടുള്ള ഓൺലൈൻ കോഴ്സസിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാം ന്യൂ ജനറേഷൻ കോഴ്സസ് ആണ്. നമുക്കറിയാം ഇവിടെ AWS ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി, ദെൻ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ, ദെൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, ഇത്തരത്തിലുള്ള വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള, ഇനി ഫ്യൂച്ചറിൽ ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരാൻ പോകുന്ന ഒരു മേഖല. അവിടെയുള്ള വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കോഴ്സസ് നാമമാത്രമായ ഫീസിൽ എന്ന് പറയാം. കാരണം ഈ കോഴ്സുകൾക്കൊക്കെ ലക്ഷങ്ങൾ മുടക്കി പഠിക്കേണ്ട സമയത്ത് വളരെ ചുരുങ്ങിയ ചിലവിൽ, വളരെ ചുരുങ്ങിയ എമൗണ്ട് ഫീസ് അടച്ചിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളിലേക്കൊക്കെ ഞാൻ കടക്കാം. കോഴ്സിൻ്റെ ഡീറ്റെയിൽസും എലിജിബിലിറ്റിയിലേക്കൊക്കെ കടക്കാം. കാരണം ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. ഇവിടെ രജിസ്ട്രേഷനൊക്കെ ഒഫീഷ്യൽ വെബ്സൈറ്റ് www.asapkerala.gov.in അതുപോലെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ലാൻഡ് ഫോൺ നമ്പർ ഇവിടെ നൽകിയിട്ടുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ. നമ്മൾ കോഴ്സിലേക്ക് കിടക്കുകയാണ്. ആദ്യം പറയാവുന്ന അസാപ്പ് ആമസോൺ വെബ് സർവീസ് അക്കാദമി നൽകുന്ന ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് കോഴ്സാണ്. ഇത് 320 മണിക്കൂറാണ് ഈ ഒരു കോഴ്സിൻ്റെ ഡ്യൂറേഷൻ. ഇതെല്ലാം ഓൺലൈൻ കോഴ്സസ് ആണ്. 320 മണിക്കൂർ. ആക്ച്വൽ ഫീസ് എന്ന് പറഞ്ഞാൽ 19,900 പ്ലസ് GST ആണ്. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് വരുന്ന കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ 9,950 പ്ലസ് GST ആണ്. ഇതും വേണ്ട. ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ. ഇവിടെ എഴുതി കാണാം, സ്റ്റുഡൻസ് ഹു സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ദ കോഴ്സ് വിൽ ബി reimbursed 50% of fee paid using a subsidy provided by NABARD and other government agencies. സക്സസ്ഫുള്ളി ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ 50% ഫീസ് നിങ്ങൾക്ക് തിരിച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ ചിലവാകുന്നത് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. നിങ്ങൾ ഈ കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്താൽ 50% ഫീസ് നിങ്ങൾക്ക് തിരിച്ചു തരും. ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി നോക്കാം. ആർക്കൊക്കെയാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. 2019, 2020, 2021 അതുപോലെ തന്നെ 2022 ഈ വർഷങ്ങളിൽ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള, അതായത് BTech, ECE, CSE, IT, EEE അല്ലെങ്കിൽ ഈ ബ്രാഞ്ചസുകൾ കഴിഞ്ഞ ആളുകൾ, അല്ലെങ്കിൽ BCA അല്ലെങ്കിൽ MCA അല്ലെങ്കിൽ MTech സെക്യൂർഡ് ബ്രാഞ്ചസ് ഉള്ളി, അതുപോലെ BSc, MSc ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, IT സർക്യൂട്ട് ബ്രാഞ്ചസ് ഉള്ളി. ഈ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തുള്ള ആളുകൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അവരാണ് ഇതിന് എലിജിബിൾ ആയിട്ടുള്ള ആളുകൾ, ഈ ഒരു കോഴ്സിന് എലിജിബിൾ ആയിട്ടുള്ള ആളുകൾ. ഇനി അടുത്തായി നമ്മൾ ഏറ്റവും കൂടുതൽ ഡൗട്ട് വരുന്ന കാര്യമാണ്, ആരാണ് ഇതിൻ്റെ സർട്ടിഫിക്കേഷൻ ചെയ്യുന്നത്. ഇവിടെ സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. AWS അസോസിയേറ്റ് ആർക്കിടെക്ട് സർട്ടിഫിക്കേഷൻ എന്ന് പറയാൻ സാധിക്കും. അവരാണ് സർട്ടിഫിക്കേഷൻ ചെയ്യുന്നത്. ദെൻ പ്ലേസ്മെൻറ്റ് വിൽ ബി അവൈലബിൾ ഫോർ 70% ഓഫ് സ്റ്റുഡൻസ് ഹു സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ദ കോഴ്സ്. ഈ കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്ന 70% സ്റ്റുഡൻസിനും പ്ലേസ്മെൻറ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അത് ബാക്കി 30% ഒഴിവാക്കുകയല്ല. മേ ബി ഏറ്റവും കുറവ് അറ്റ്ലീസ്റ്റ് 70%-നാണ് പ്ലേസ്മെൻറ്റ് ഉണ്ടാവുക എന്ന് പറയുന്നത്. ഇനി രജിസ്ട്രേഷനുള്ള ലിങ്ക് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും. രജിസ്റ്റർ ഹിയർ എന്നുകൊണ്ട് ലിങ്ക് കാണാൻ സാധിക്കും. അവിടെയാണ് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. അടുത്തതായി പറയാൻ പോകുന്നത് സൈബർ സെക്യൂരിറ്റി ഓപ്പറേഷൻസ് സെൻറ്റർ അനാലിസിസ് എന്ന സൈബർ സെക്യൂരിറ്റി കോഴ്സിനെ കുറിച്ചാണ്. ഇതും 320 മണിക്കൂറാണ് ഇതിൻ്റെയും കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഫീസ് സെയിം ആണ്, 19,900 പ്ലസ് GST. അതാണ് ആക്ച്വൽ ഫീസ്. പക്ഷേ ഇവിടെ അടയ്ക്കേണ്ട ഫീസ് 9,950 പ്ലസ് GST ആണ്. ഇവിടെയും സെയിം പ്രൊസീജിയേഴ്സ്. നിങ്ങൾ കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫീസിൻ്റെ 50% നിങ്ങൾക്ക് തിരിച്ചു നൽകുന്നതാണ്. ഇവിടെയും എലിജിബിലിറ്റി 2019, 2020, 2021, 2022 എന്നീ അധ്യയന വർഷങ്ങളിൽ BTechൽ എല്ലാ BTechും പറയുന്നില്ല. ECE അതുപോലെ തന്നെ CSE, IT, EEE അതുപോലുള്ള അലൈഡ് സർവീസസിന് പറയുന്നു. അതിനുശേഷം BCA, MCA, MTechൽ തന്നെ സർക്യൂട്ട് ബ്രാഞ്ചസ് ഉള്ളി എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ദെൻ ഇത്തരത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഓൾമോസ്റ്റ് സെയിം BSc, MSc ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, IT സർക്യൂട്ട് ബ്രാഞ്ചസ്, ഇതെല്ലാം സെയിം എലിജിബിലിറ്റി തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇനി ഇതിൻ്റെ സർട്ടിഫിക്കേഷനാണോ എന്ന് പറയേണ്ടത്. ഇവിടെ ദ EC കൗൺസിൽ, ദ ഇൻ്റർനാഷണൽ കൗൺസിൽ ഓൺ സൈബർ സെക്യൂരിറ്റി സർട്ടിഫിക്കേഷനാണ്. issues certificates for those who complete the course successfully.
അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സർട്ടിഫിക്കറ്റ് ഈ ഒരു ഏരിയയിൽ അൾട്ടിമേറ്റ് പേഴ്സണാലിറ്റീസ് ദേ ആർ ഇഷ്യൂയിങ് ദ സർട്ടിഫിക്കറ്റ്. അപ്പോൾ വാലിഡ് ആണ്, വാലിൻ്റെ കാര്യത്തിൽ സംശയം വേണ്ട. പ്ലേസ്മെൻറ്റ് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ അസാപ്പിൻ്റെ ഇത്തരത്തിലുള്ള കോഴ്സുകൾക്ക് എല്ലാം പറയുന്ന പ്ലേസ്മെൻറ്റ് അറ്റ്ലീസ്റ്റ് 70%. അത് ചിലപ്പോൾ 100% ഒക്കെ ആവും. അറ്റ്ലീസ്റ്റ് 70% സ്റ്റുഡൻസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ദ കോഴ്സാണ്, പ്ലേസ്മെൻറ്റ് അവൈലബിൾ ആണ് എന്നാണ് പറയുന്നത്. രജിസ്ട്രേഷൻ ലിങ്ക് ഉണ്ട്, ക്ലിക്ക് ചെയ്തിട്ട് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അടുത്ത കോഴ്സ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്നാണ് ഈ കോഴ്സിൻ്റെ പേര്. ന്യൂ ജനറേഷൻ കോഴ്സുകളിൽപ്പെട്ട കോഴ്സുകളാണ് ഇതൊക്കെ. കോഴ്സിൻ്റെ ഡ്യൂറേഷൻ 320 hours 320 മണിക്കൂർ തന്നെയാണ്. ഫീസും സെയിം ആണ്, 19,900 പ്ലസ് GST. ഇതിൻ്റെ കോസ്റ്റ് ഫീ പക്ഷേ ഇപ്പം സ്റ്റുഡൻറ്റ് അടയ്ക്കേണ്ടത് 9,950 പ്ലസ് GST തന്നെയാണ്. നേരത്തെ പറഞ്ഞ രണ്ട് കോഴ്സുകളുടെയും സെയിം ഫീസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. സെയിം പ്രൊസീജിയേഴ്സ്. നിങ്ങൾ ഈ കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സ് ഫീസിൻ്റെ പകുതി 50% നിങ്ങൾക്ക് തിരിച്ചു നൽകും. ഗവൺമെൻറ് സബ്സിഡി വഴി ഇത് നിങ്ങൾക്ക് തിരിച്ചു തരുന്നതാണ് ഈ എമൗണ്ട്, ആ ഫീസിൻ്റെ പകുതി ഫീസ്. ഇനി എലിജിബിലിറ്റിയുടെ കാര്യത്തിലും അപ്പം നിങ്ങൾക്ക് നേരത്തെ പോലെ സംശയം വേണ്ട. കാരണം ആക്ച്വൽ ഫീസ് സെയിം ആണ്, കോഴ്സിൻ്റെ അവർ ഡ്യൂറേഷൻ സെയിം ആണ്, നമ്മൾ അടയ്ക്കേണ്ട ഫീസ് സെയിം ആണെങ്കിൽ ഇതിൻ്റെ എലിജിബിലിറ്റിയും സെയിം തന്നെയാണ്. നേരത്തെ പറഞ്ഞ സെയിം എലിജിബിലിറ്റിയാണ് ഇവിടെ വീണ്ടും പറയുന്നത്, അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. സർട്ടിഫിക്കേഷനിലേക്ക് കിടക്കാം. സ്റ്റുഡൻസ് ഹു സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ദിസ് കോഴ്സ് വെൽ അവാർഡ് സർട്ടിഫിക്കറ്റ് ബൈ സെക്ടർ സ്കിൽ കൗൺസിൽ. സെക്ടർ സ്കിൽ കൗൺസിലാണ് ഇതിൻ്റെ സർട്ടിഫിക്കേഷൻ നൽകുന്നത്. ഇവിടെയും നേരത്തെ പറഞ്ഞ അതേ പ്ലേസ്മെൻറ്റ് പ്രൊസീജിയേഴ്സാണ് പറയുന്നത്. അറ്റ്ലീസ്റ്റ് 70% സ്റ്റുഡൻസിന് പ്ലേസ്മെൻറ്റ് ജോബ്സ് നൽകും. ജോബ്സ് അവൈലബിൾ ഫോർ 70% സ്റ്റുഡൻസ് എന്നാണ് പറയുന്നത്. രജിസ്ട്രേഷൻ ലിങ്ക് കാണാം. ഇനി ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യുന്നൊരു ഏരിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്. കൂടുതൽ ആളുകൾക്ക് അപ്ലൈ ചെയ്യാനും കൂടി പറ്റുന്ന ഒരു ഏരിയയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്. കോഴ്സ് ഡ്യൂറേഷൻ വ്യത്യാസമുണ്ട്, 756 മണിക്കൂറാണ്. ആക്ച്വൽ കോഴ്സ് ഫീസ് വരുന്നത് 55,000 പ്ലസ് GST ആണ്. എന്നാൽ കോഴ്സ് ഫീ പെയ്ഡ് ബൈ ദ സ്റ്റുഡൻറ്റ് വരുന്നത് 27,500 പ്ലസ് GST ആണ്. ഇവിടെ അടയ്ക്കേണ്ട ഫീസ് ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ചേർത്ത് വായിക്കണം. നേരത്തെ പറഞ്ഞ അതേ പ്രൊസീജിയർ ഇവിടെയുണ്ട്. കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 50% ഫീസ് നിങ്ങൾക്ക് തിരികെ നൽകുന്നതാണ്. എന്നാൽ നേരത്തെ പറഞ്ഞതിന് വിഭിന്നമായിട്ട് എലിജിബിലിറ്റിയിൽ മാറ്റമുണ്ട്. അതൊരു കോമൺ എലിജിബിലിറ്റിയാണ്. ആദ്യത്തെ 3 കോഴ്സുകൾക്കും നമ്മൾ പറഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു കോഴ്സിന് എലിജിബിലിറ്റിയിൽ വ്യത്യാസമുണ്ട്. ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാൽ പ്രിഫറബിളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏത് ഡിസിപ്ലിനിലെ ആളുകൾക്കും അപ്ലൈ ചെയ്യാം. എന്നാൽ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, IT, എൻജിനീയറിംഗ് ഈ ഭാഗത്തു നിന്നുള്ള ആളുകൾക്ക് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നുണ്ടെങ്കിലും ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. മോഡ് ഓഫ് ട്രെയിനിങ് എന്ന് പറയുന്നത് ബ്ലെൻഡഡ് ട്രെയിനിങ് ആണ് പറയുന്നത്. സെൻറ്റേഴ്സ് എറണാകുളവും ട്രിവാൻഡ്രം ആണ്. എന്തുകൊണ്ടാണ് ബ്ലെൻഡഡ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. All the candidates are requested to select Trivandrum or Ernakulam. Ask the district why registering the course. Course registration സമയത്ത് Trivandrum അല്ലെങ്കിൽ Ernakulam നിങ്ങൾ സെലക്ട് ചെയ്യണം. But the section will be handled in the blended mode due to the current pandemic situation. ഇപ്പോഴത്തെ ഈ പാൻഡമിക് സിറ്റുവേഷനിൽ സെക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നത് ആ ഒരു ബ്ലെൻഡഡ് മോഡിലായിരിക്കും എന്നും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് പറയുന്നുണ്ട്. പ്ലേസ്മെൻറ്റ് പ്രൊസീജിയർ സെയിം. 70% സ്റ്റുഡൻസിന് എന്തായാലും ഇതിൽ ഫസ്റ്റ് ബാച്ച് സ്റ്റുഡൻസിന് ഈ പറയുന്ന പ്ലേസ്മെൻറ്റ്സ് ലഭിക്കും. വളരെ അട്രാക്റ്റീവായ സാലറിയുള്ള വേരിയസ് മൾട്ടിനാഷണൽ കമ്പനീസിലായിരിക്കും നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് ലഭിക്കുന്നുണ്ടാവുക. രജിസ്ട്രേഷൻ ലിങ്ക് ഇവിടെ കാണാൻ സാധിക്കും. രജിസ്റ്റർ ഹിയർ എന്ന് പറഞ്ഞാൽ കാണാൻ സാധിക്കും. ദെൻ അറ്റ് ലാസ്റ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഇൻ ഡാറ്റ അനാലിസ്റ്റ് PGDA. ഇതിൻ്റെ കോഴ്സ് ഡ്യൂറേഷൻ 300 മണിക്കൂറാണ്, 300 hours. ആക്ച്വൽ കോഴ്സ് ഫീസ് വരുന്നത് 1,80,000 ആണ്. GST എല്ലാം കൂടി എക്സ്ക്ലൂഡിങ് GST ആണ് വരുന്നത്. അതിൻ്റെ എലിജിബിലിറ്റി BE, BTech, ഒരു സ്റ്റാറ്റിസ്റ്റിക്സ്, MBA, BCA, MCA പ്ലസ് 0 to 3 years എക്സ്പീരിയൻസ്. സർട്ടിഫിക്കേഷൻ വരുന്നത് ഇമോട്ടിക്വസ് ലേണിംഗ് ആണ് സർട്ടിഫിക്കേഷൻ തരുന്നത്. ദിസ് കോഴ്സ് എക്വിപ്സ് ട്രെയിനീസ് വിത്ത് ഇൻഡസ്ട്രി ലെവൽ ഡാറ്റ അനാലിസിസ് കോമ്പിറ്റൻസി എന്നും കൂടി ഇതിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ രജിസ്റ്റർ ചെയ്യാമെന്ന് കാണാം, അതിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പ്രിയമുള്ളവരെ, ഈയൊരു ഇൻഫർമേഷൻ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുവാൻ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിട വാങ്ങുന്നു. ഞാൻ ഹാരിഷ് പൂക്കോടൻ.